ആഭ്യന്തര വകുപ്പിൽ കടുത്ത നിയന്ത്രണമാണ്. വിവരങ്ങൾ ചോരുന്നത് ഒഴിവാക്കാനാണ് നിർദ്ദേശം. മുഖ്യമന്ത്രി നേരിട്ട് നൽകുന്ന നിർദ്ദേശങ്ങൾ പോലും ചോരുകയാണ്. വിവരങ്ങൾ ചോർന്നാൽ ഫോൺ രേഖകൾ ഉൾപ്പെടെ ഇനി പരിശോധിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. വിവരങ്ങളുമായി രാജീവ് ചേരുന്നുണ്ട്. രാജീവ്, ഇത്തരത്തിൽ കർശനമായൊരു നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിയെ പ്രേരിപ്പിച്ചത് എന്താണ്? ആഭ്യന്തര വകുപ്പിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ വന്ന സാഹചര്യം എന്താണ്? ലക്ഷ്മി, പ്രധാനമായും സർക്കാരിനെതിരായ വിവരങ്ങൾ പുറത്തു പോകുന്നതാണ് ഇത്തരമൊരു നടപടിയിലേക്ക് പോകാൻ സർക്കാരിനെ ഇപ്പോൾ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഈ പോലീസുമായി ബന്ധപ്പെട്ട വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് ചോരുന്നു എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശങ്ങൾ നൽകുകയാണെങ്കിൽ അതുപോലും പുറത്തു പോകുന്ന സാഹചര്യമാണ് ആഭ്യന്തര വകുപ്പിൽ നിലനിൽക്കുന്നത്. സീക്രട്ട് സെക്ഷനിൽ നിന്ന് പോലും, ആഭ്യന്തര വകുപ്പിലെ ഒരു സെക്ഷനാണ് സീക്രട്ട് സെക്ഷൻ, അതീവ രഹസ്യ സ്വഭാവമുള്ള ഫയലുകളാണ് ഈ സീക്രട്ട് സെക്ഷനിൽ കൈകാര്യം ചെയ്യുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങൾ പോലും പുറത്തു പോകുന്നു എന്നാണ് നിലവിലിപ്പോൾ സർക്കാരിന്റെ വിലയിരുത്തൽ. മാത്രമല്ല, മുഖ്യമന്ത്രി വിളിക്കുന്ന യോഗങ്ങളുടെ വിവരങ്ങളും പുറത്തു പോകുന്ന സാഹചര്യമുണ്ട്. പ്രധാനമായും ആഭ്യന്തര വകുപ്പിനെ മാത്രം ലക്ഷ്യമിട്ടല്ല ഇത്തരമൊരു നീക്കം സർക്കാർ നടത്തുന്നത്. പോലീസിൽ നിന്നും വിവരങ്ങൾ പുറത്തു പോകുന്ന സാഹചര്യമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങൾക്കുൾപ്പെടെ ചോർത്തി നൽകുന്നു എന്നാണ് പ്രധാനമായും സർക്കാർ സംശയിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത്. നിയന്ത്രണങ്ങൾ കടുപ്പിച്ചുകൊണ്ടുള്ള നീക്കം സർക്കാർ നിലവിൽ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെ നൽകുന്ന നിർദ്ദേശങ്ങൾ പുറത്തു പോവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കർശനമായ അന്വേഷണം ഉണ്ടാകുമെന്നാണ് സർക്കാർ നിലവിൽ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, CCTV നിരീക്ഷണം, നിലവിൽ തന്നെ CCTV നിരീക്ഷണം ആഭ്യന്തര വകുപ്പിൽ ഉണ്ട്. അത് കൂടുതൽ കർശനമാക്കും. ഇതിനൊപ്പം തന്നെ നിർണായകമായ വിവരങ്ങൾ പുറത്തു പോവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയും ഈ ഉദ്യോഗസ്ഥരുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്യുമെന്നും നിലവിൽ മുന്നറിയിപ്പ് സർക്കാർ നൽകിയിട്ടുണ്ട്. ഈ രീതിയിൽ കടുത്ത നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ഡിവൈഎസ്പിമാരുടെ സ്ഥലമാറ്റ പട്ടികയുമായി ബന്ധപ്പെട്ട ഫയൽ മുഖ്യമന്ത്രി മടക്കിയത് ജനം TV പുറത്തുവിട്ടിരുന്നു. മാത്രമല്ല, പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം മറ്റു പല മാധ്യമങ്ങളും ഈ വിവരം വാർത്തയായി നൽകുകയും ചെയ്തു. ഇനി മുതൽ ജില്ലാ സെക്രട്ടറിമാർ നൽകുന്ന പട്ടികയ്ക്കനുസരിച്ച് മാത്രമാകും പോലീസിൽ സ്ഥലമാറ്റങ്ങൾ നടക്കുക എന്ന നിർണായകമായ വിവരമായിരുന്നു പ്രധാനമായും ജനം TV പുറത്തുവിട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും ഡിവൈഎസ്പിമാരുടെ സ്ഥലമാറ്റം നടന്നിട്ടില്ല. SHOമാരുടെ സ്ഥലമാറ്റവും അനിശ്ചിതമായി വൈകുകയാണ്. ആഭ്യന്തര വകുപ്പ് നേരത്തെ തന്നെ ഡിവൈഎസ്പിമാരുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു പട്ടിക സർക്കാരിന് സമർപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രിക്ക് നേരിട്ട് സമർപ്പിച്ചെങ്കിലും മുഖ്യമന്ത്രി ഇത് മടക്കുകയായിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും യോഗം ചേർത്തിരുന്നു. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണമെന്ന നിർദ്ദേശമായിരുന്നു പ്രധാനമായും ഈ യോഗത്തിൽ ഉയർന്നത്. മാത്രമല്ല, പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രി ഓഫീസിലെ ഒരു ഉന്നതനും സംസ്ഥാന പോലീസിലെ ഒരു ഉന്നതനും ചേർന്നാണെന്നുള്ള വിമർശനങ്ങൾ വളരെ ശക്തമായി തന്നെ ഈ യോഗങ്ങളിൽ ഉയരുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഏതായാലും മുഖ്യമന്ത്രി ശൈലി മാറ്റാനുള്ള നീക്കം തുടങ്ങിയത്. ഇതിന്റെ ഭാഗമായി തന്നെ CPM ജില്ലാ സെക്രട്ടറിമാർ നൽകുന്ന പട്ടികയ്ക്കനുസരിച്ച് മാത്രം മതി ഇനി പോലീസിലെ സ്ഥലമാറ്റങ്ങൾ എന്ന ധാരണയിലേക്ക് എത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറിമാർ പട്ടിക തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡിവൈഎസ്പിമാരുടെയും അതുപോലെ തന്നെ SHOമാരുടെയും പട്ടികയാണ് നിലവിലിപ്പോൾ CPM ജില്ലാ സെക്രട്ടറിമാർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏരിയ കമ്മിറ്റികളുടെയും അതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റികളുടെയും ബ്രാഞ്ച് കമ്മിറ്റികളുടെയും ഒക്കെ അഭിപ്രായം കൂടി തേടിയതിനു ശേഷമാകും CPM ജില്ലാ സെക്രട്ടറിമാർ ഇത് സംബന്ധിച്ച പട്ടിക നൽകുക. അതുമായി ബന്ധപ്പെട്ട് വലിയ അംശം പോലീസ് സേനയിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം അവസാനിച്ചതിന് ശേഷവും ഇതുവരെ ഉദ്യോഗസ്ഥരെ തിരികെ നിയമിച്ചിട്ടില്ല. സാധാരണ രീതിയിൽ ഈ പെരുമാറ്റച്ചട്ടം അവസാനിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഉദ്യോഗസ്ഥരെ തിരികെ നിയമിക്കുന്നത് പോലീസ് സേനയിൽ പതിവാണ്. അത് ഇപ്പോഴും അനിശ്ചിതമായി നീണ്ടുപോവുകയാണ്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം CPM ജില്ലാ സെക്രട്ടറിമാരുടെ പട്ടിക ലഭിക്കാത്തതാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു. ഈ വിവരം പുറത്തു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയ അസംതൃപ്തിയാണ് മുഖ്യമന്ത്രിക്ക് ഉണ്ടാക്കിയത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കടുത്ത നിയന്ത്രണങ്ങൾ ആഭ്യന്തര വകുപ്പിൽ വേണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കമാണ്. അത് പുറത്തു വന്നതും സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കി. കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാനുള്ള നടപടികളൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായെങ്കിലും കൃത്യമായി ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ തന്നെയാണ് ഈ വിഷയത്തിൽ ഉണ്ടായത് എന്ന് തെളിയിക്കുന്ന ചില രേഖകൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇതിന്റെ നിർദ്ദേശം നൽകിയത് സർക്കാരുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്ന് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉൾപ്പെടെ ആരോപിക്കുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട തെളിവുകളായിരുന്നു പുറത്തു വന്നത്. 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം സർക്കാർ നടത്തി എന്ന തരത്തിലായിരുന്നു ആദ്യം വാർത്തകളും തെളിവുകളും ഒക്കെ പുറത്തു വന്നതെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു പ്രതിക്ക് കൂടി ശിക്ഷാ ഇളവ് നൽകുന്നതിന്റെ ഭാഗമായി പോലീസിന്റെ നടപടികൾ ഉണ്ടായതിന്റെ തെളിവുകൾ പ്രതിപക്ഷം പുറത്തുവിട്ടിരുന്നു. ഏതായാലും അത് സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കി എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വിവരങ്ങളെല്ലാം ആഭ്യന്തര വകുപ്പിൽ നിന്നും പോലീസിൽ നിന്നുമാണ്. അതായത് സർക്കാരിനെതിരായ തെളിവുകളും വിവരങ്ങളും പോലീസിൽ നിന്നും ആഭ്യന്തര വകുപ്പിൽ നിന്നും കൃത്യമായി ചോരുന്നു എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കടുത്ത നിയന്ത്രണങ്ങൾ ആഭ്യന്തര വകുപ്പിൽ വേണം. ഏതായാലും വരും ദിവസങ്ങളിൽ പോലീസിനും ഇത് ബാധകമാക്കും. നിലവിൽ തന്നെ പോലീസിന് നേരത്തെ തന്നെ ചില നിർദ്ദേശങ്ങൾ
പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു. ഒരു കാരണവശാലും മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ നൽകരുത് എന്ന തരത്തിലുള്ള നിർദ്ദേശമായിരുന്നു പോലീസ് ആസ്ഥാനത്ത് നിന്ന് നൽകിയെങ്കിലും അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല സർക്കാരിനെതിരായ കൃത്യമായ തെളിവുകളും വിവരങ്ങളും ഒക്കെ മാധ്യമങ്ങൾക്ക് നൽകുന്നു എന്ന് തന്നെയാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പിൽ ഇപ്പോൾ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ തന്നെ ഈ നിയന്ത്രണങ്ങൾ പോലീസിനും ബാധകമാക്കാനുള്ള നീക്കമാണ് നിലവിൽ. രാജീവ്, ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെയാണ്, ചില ഓർഗനൈസേഷൻസ് ഉണ്ട്, നമുക്കറിയാം ഓർഗനൈസേഷൻസിന്റെ പേര് ഉൾപ്പെടെ പുറത്തു വന്നിട്ടുള്ളതാണ് സേനയ്ക്കുള്ളിൽ തന്നെ. മാത്രമല്ല ഈ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് പലരും വഴങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കൊള്ളരുതായികളൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ഇത്തരത്തിലുള്ള നീക്കം അത് ഒട്ടും ഭൂഷണമല്ല. പക്ഷെ അങ്ങനെ ചെയ്താൽ കൂടി വിവരങ്ങൾ പുറത്തേക്ക് പോകുന്നത് തടയാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ജോർജ് ജോസഫ് സൂചിപ്പിച്ചത്. കടുത്ത നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ വരുതിയിൽ നിർത്താനുള്ള ഒരു നീക്കമാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരികയാണെങ്കിൽ അല്ലെങ്കിൽ സർക്കാർ നൽകുന്ന അത്തരം നിർദ്ദേശങ്ങൾ പുറത്തു വരികയാണെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് സർക്കാർ നേരിട്ട് നൽകുന്നു. അതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരെ വരുതിയിൽ നിർത്താൻ ഉള്ള നീക്കം തന്നെയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. മാത്രമല്ല ആഭ്യന്തര വകുപ്പിലാണ് ആദ്യഘട്ടത്തിൽ ഇത്തരമൊരു നിയന്ത്രണം കൊണ്ടുവന്നെങ്കിൽ ഇനി പോലീസ് സേനയിൽ കൂടി ഇത് ബാധകമാക്കും. പോലീസ് സേനയിൽ അച്ചടക്കം പാലിക്കണമെന്ന നിർദ്ദേശം വരും ദിവസങ്ങളിൽ തന്നെ സംസ്ഥാന പോലീസ് മേധാവി നൽകാനുള്ള സാധ്യതയുണ്ട്. ചില പോലീസ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളൊക്കെ നിലവിൽ തന്നെ നിരീക്ഷണത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുപോലെ തന്നെ ഈ ആഭ്യന്തര വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരെയും കർശനമായി തന്നെ സർക്കാർ നിരീക്ഷിക്കുന്നുണ്ട്. ഇവരിൽ നിന്നാണോ വിവരങ്ങൾ പുറത്തു പോകുന്നത് എന്നുള്ള അന്വേഷണമാണ് നിലവിലിപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ പ്രതിപക്ഷ സംഘടനകളിൽപ്പെട്ട ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് കടുത്ത നിയന്ത്രണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. കാരണം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ രഹസ്യമായി ചില തീരുമാനങ്ങൾ എടുക്കുന്നു, അതിനുശേഷം ഇത് നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകുന്നു. ആ ഉദ്യോഗസ്ഥർ ഇത് പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് ഈ വിവരങ്ങൾ പുറത്തേക്ക് വരികയും അത് വിവാദമാവുകയും ചെയ്യുന്നു. അത് നടപ്പാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പോലീസിൽ CPM കൂടുതൽ പിടിമുറുക്കുകയാണ്. അതോടുകൂടി തന്നെ ഉദ്യോഗസ്ഥർ വലിയ അമർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പോലീസ് എടുക്കുന്ന പല തീരുമാനങ്ങളും പുറത്തു വരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു കാര്യം കൂടിയാണ് ഇത്തരം നടപടികളിലേക്ക് കടക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. രാജീവ്, ഈ നടപടികൾ എന്ന് പറയുമ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിൽ ജില്ലാ കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ളവയിൽ നിന്ന് അത് മുഖ്യമന്ത്രിയുടെ തട്ടകത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം വലിയ വിമർശനം മുഖ്യമന്ത്രിക്ക് നേരെ ഉയർന്ന സാഹചര്യമുണ്ട്. ശൈലി മാറ്റണം, പൊതുവായി ഉയർന്നു വന്ന വികാരം അത് തന്നെയാണ്. പക്ഷേ ഉത്തര കൊറിയയിലെ ഒക്കെ പോലെ തന്നെ നിരോധനങ്ങൾ ഇങ്ങനെ തുടരുകയാണെങ്കിൽ, ഒരു ഏകാധിപത്യ സ്വഭാവം ഇങ്ങനെ തുടരുകയാണെങ്കിൽ എങ്ങനെ ഈ ശൈലി മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ്. തീർച്ചയായും ലക്ഷ്മി, മുൻപെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള വിമർശനങ്ങളാണ് CPM-ൽ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ CPM സംസ്ഥാന സെക്രട്ടറി കാലം മുതൽ ഇങ്ങോട്ട് പിണറായി വിജയൻ ഇത്രയും വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊട്ടു മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടി സർക്കാർ ഏറ്റുവാങ്ങിയിരുന്നു, ഇടതുമുന്നണി ഏറ്റുവാങ്ങിയിരുന്നു. പക്ഷേ അന്ന് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ സർക്കാർ നിലപാട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പിടിച്ചു നിന്നത്. പക്ഷേ ഇപ്പോൾ അതല്ല അവസ്ഥ. ഇടതുമുന്നണി വലിയ പരാജയം ഏറ്റുവാങ്ങുമ്പോൾ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് അതിന് കാരണമെന്ന CPM വിലയിരുത്തലിലേക്ക് നീങ്ങുകയാണ്. മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ ശൈലിയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റികൾ പോലും രംഗത്ത് വരുന്നത്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ ഈ വിഷയത്തിൽ വലിയ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് ഈ പോലീസിൽ കൂടുതൽ CPM പിടിമുറുക്കുന്നത് എന്ന് മാത്രമല്ല, പോലീസിൽ CPM ജില്ലാ സെക്രട്ടറിമാർ നൽകുന്ന പട്ടികയ്ക്കനുസരിച്ച് മാത്രമേ ഇനി സ്ഥലമാറ്റങ്ങൾ നടക്കൂ എന്ന രീതിയിലേക്ക് എത്തുന്നത്. അതിൽ തന്നെ പോലീസിൽ വലിയ അമർഷം നിലനിൽക്കുന്നുണ്ട്. ഇതിനൊപ്പമാണ് ആഭ്യന്തര വകുപ്പിൽ ഇത്തരം നിയന്ത്രണങ്ങളിലേക്കും പോകുന്നത്. ആദ്യഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പാണെങ്കിൽ മറ്റു വകുപ്പുകളിലേക്കും ഒരുപക്ഷെ സർക്കാർ കടക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പോലീസ് ഉൾപ്പെടെ ഇത്തരം കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഏത് വിധേനയും സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകൾ അല്ലെങ്കിൽ സർക്കാരിനെതിരായ വാർത്തകൾ പുറത്തു വരാതിരിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇതിലൂടെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി, രാജീവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതുവിൽ തന്നെ വലിയ സമ്മർദ്ദത്തിന് അടിപ്പെട്ടിരിക്കുകയാണ് പോലീസ് സേനയിലുള്ളവർ എന്നുള്ളത്. അത് ആത്മഹത്യ പ്രവണത എന്ന് പറയാൻ സാധിക്കില്ല, ആത്മഹത്യകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള നിരോധനങ്ങൾ കൂടിയൊക്കെ ആകുമ്പോൾ എന്ന് വെച്ചാൽ താങ്കൾ എപ്പോഴും സർവൈലൻസിലാണ്. ഇത് നിയമം നടപ്പാക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ നിരീക്ഷിക്കാൻ വേറൊരു സംവിധാനം വരുമ്പോൾ അത് എത്രത്തോളം പ്രായോഗികമാകും അല്ലെങ്കിൽ അത് എത്രത്തോളം അംഗീകരിക്കപ്പെടും സേനയ്ക്കുള്ളിൽ എന്നാണ് നോക്കിക്കാണേണ്ടത്.
ലക്ഷ്മി, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ നമ്മൾ ഇങ്ങോട്ട് പരിശോധിക്കുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ കടുത്ത നിയന്ത്രണങ്ങളാണ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കൊണ്ടുവന്നത്. പൊതുജനങ്ങൾക്ക് അകത്തേക്ക് പ്രവേശനമില്ല. ഏത് ഉദ്യോഗസ്ഥനെ കാണാനാണോ വരുന്നത് ആ ഉദ്യോഗസ്ഥന്റെ അനുമതിയോടുകൂടി മാത്രമേ സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. മാധ്യമങ്ങൾക്കുൾപ്പെടെ സെക്രട്ടേറിയറ്റിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ പോലും ഉദ്യോഗസ്ഥന് പുറത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ തിരിച്ച് പ്രവേശിക്കുകയോ ചെയ്യണമെന്നെങ്കിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. ഈ രീതിയിലാണ് സെക്രട്ടേറിയറ്റിൽ കടുത്ത നിയന്ത്രണങ്ങൾ നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന സർക്കാർ. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഏതായാലും ഓരോ വകുപ്പുകളിലും നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിനെതിരായ വാർത്തകൾ പുറത്തേക്ക് വരരുത്, അല്ലെങ്കിൽ സർക്കാർ എടുക്കുന്ന നീക്കങ്ങൾ, സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ ഇതൊന്നും പുറത്ത് ചർച്ചയാകരുത് എന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ സർക്കാർ നടത്തുന്നത്. അതിൽ തന്നെ സർക്കാരിന് അടുത്തിടെ തിരിച്ചടിയായ 2 സംഭവങ്ങൾ. ഒന്ന്, പോലീസിലെ സ്ഥലമാറ്റമാണ്. ഡിവൈഎസ്പിമാരുടെ പട്ടിക മുഖ്യമന്ത്രി മടക്കിയത് ജനം TV വാർത്ത നൽകിയിരുന്നു. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇപ്പോഴും തുടങ്ങാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതിനുശേഷമാണ് TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം സർക്കാർ നടത്തിയത്. മറ്റു പ്രതികൾക്കൊപ്പം, അതായത് ഇളവിന് അർഹതയുള്ള പ്രതികൾക്കൊപ്പം ചേർത്ത് ഇവരെയും കൂടി ശിക്ഷാ ഇളവിന് പരിഗണിക്കാനുള്ള നീക്കമായിരുന്നു സർക്കാർ നടത്തിയെങ്കിൽ അത് പൂർണ്ണമായും പൊളിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉയരുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഏതായാലും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ്. ആദ്യഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പിൽ, പിന്നീട് പോലീസ് സേനയിൽ, തുടർന്ന് മറ്റു വകുപ്പുകളിലും ഈ രീതിയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാവും. ഒരു കാരണവശാലും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിശദാംശങ്ങൾ പുറത്തു പോകരുത് എന്ന തരത്തിലുള്ള നിർദ്ദേശമാകും ഉണ്ടാവുക. ലക്ഷ്മി.